ഒരു കിരീടത്തെ തരും. എങ്ങനത്തെ കിരീടം? രത്നവും വജ്രവും കൊണ്ടുണ്ടാക്കിയിട്ട് 100 തൂക്കം ഭാരമുള്ള വെള്ളി കൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കിരീടം തരും. അത് വെള്ളിയാഴ്ച സന്ധ്യാസമയത്ത് ഞാൻ ധരിക്കും. 6 നാഴിക നേരം അത് എൻ്റെ ശിരസിലുണ്ടാവും. ആ സമയം മുഴുവൻ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഇന്നും ഭഗവാൻ എല്ലാ വെള്ളിയാഴ്ച സന്ധ്യയ്ക്കും ആ വജ്രകിരീടം ധരിക്കുന്നുണ്ട്. ആ സമയത്ത് ഭഗവാന്റെ കണ്ണുകളിൽ നിന്നിട്ട് ജലം ഒഴുകുമത്രേ. ഭഗവാൻ ആ ദുഃഖം അനുഭവിക്കണം. ആ സമയത്ത് ആ ദുഃഖം ഭഗവാൻ അനുഭവിക്കും. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ നിനക്ക് സുഖം ഉണ്ടാവും. ഇങ്ങനെ ശ്രീനിവാസൻ രാജാവിന്റെ കാലാവധി നിശ്ചയിച്ചിട്ട് തൻ്റെ അവതാരത്തിന്റെ പ്രയോജനവും ചരിത്രവും കന്യാദാനത്തിനെയും കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കണം. അതിനുശേഷം ഭഗവാൻ മുറിവണങ്ങാനും വിശ്രമിക്കാനും വേണ്ടിയിട്ട് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതിയെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ഭഗവാൻ വരും. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടും. എന്താ ഭഗവാനെ ചെയ്യേണ്ടത് ചോദിക്കും. എൻ്റെ തലയിലെ മുറിവ്, ഇതിൻ്റെ വേദന എനിക്ക് സഹിക്കണില്ല, ഇതിനൊരു മരുന്ന് പറഞ്ഞതാ. അപ്പോൾ പറയും രമാകാന്ത, അത്തിപ്പഴത്തിൻ്റെ പാലെടുക്കുക, അതിൽ എരിക്കിൻ്റെ പഞ്ഞി മുക്കിയിട്ട് നനച്ചിട്ട് മുറിവിൻ്റെ മേലെ വെക്കുക, നിന്റെ മുറിവ് ഉണങ്ങുമെന്ന് പറയും. ഇങ്ങനെ ഭഗവാൻ ചികിത്സിക്കാനായിട്ട് സ്വയം ചികിത്സയായിട്ട് അത്തിപ്പഴം ദിവസവും പറിച്ചുകൊണ്ട് വരും. അതിൻ്റെ പാലെടുക്കും, എരിക്കിൻ്റെ പഞ്ഞി മുക്കും. ഇങ്ങനെ വെച്ചുകൊണ്ട് അനവധി കാലം ആ വേദന മറക്കാൻ വേണ്ടിയിട്ട് 2 സങ്കല്പങ്ങൾ ചെയ്ത് ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പ്രഭാഷണത്തിന് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഏവം കുർവൻ രമാനാദസ്തത്ര ലീനോ ഭവദ്ധരി കൗസല്യാ കീടകഗൃഹം തത്തിദശദിഗ്രത ഗിരിരോ പൂനുജ സാക്ഷാത് അയോധ്യാ ഭൂതദത്യക ഇത്തം രാമാവതാരേണ സമാം ക്രീഡാമകൽപയത്. ഇങ്ങനെ വൽമീകത്തിനെ, തൻ്റെ ചെതൽപുറ്റിനെ, തൻ്റെ പെറ്റമ്മയായിട്ടുള്ള കൗസല്യ തന്നെ കെട്ടിപ്പിടിച്ചിട്ട് വേദനിക്കുമ്പോൾ മക്കളെ അമ്മ കെട്ടിപ്പിടിച്ചിരിക്കില്ലേ, അതുപോലെ ഈ ചെതൽപുറ്റ് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, അത് കൗസല്യാണെന്ന് ഭഗവാൻ വിചാരിച്ചു അത്രേ. വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ പുളിമരം എൻ്റെ അച്ഛൻ ദശരഥനാണ് എന്ന് വിചാരിച്ചു. എന്നെ സംരക്ഷിച്ച് നിൽക്കണ ഈ പർവ്വതം സാക്ഷാൽ ലക്ഷ്മണൻ എൻ്റെ അനിയനാണെന്ന് സങ്കല്പിച്ചു. ഈ ഉയർന്നിട്ട് ഉള്ള ആ പീഠപ്രദേശം, ഞാൻ താമസിക്കുന്ന ആ സ്ഥലം അയോധ്യയാണെന്നും സങ്കല്പിച്ചിട്ട് താൻ രാമാവതാരത്തിന് തുല്യമായിട്ട് ആ ഭഗവാൻ അവിടെ ഇരുന്നു. മാത്രോ വൽമീകം ദേവകീ സാക്ഷാൽ വസുദേവോ ദതിത്തിടി ബലഭദ്രശേഷശൈലോ മധുരാ ഭൂതത്യത സ്വാമി പുഷ്കരിണി തത്ര യമുനാ ച വിരാജത യാദവാശ്ച മൃഗാ സർവേ ഖഗാ വൈ ഗോപികാദയാ. വൽമീകം ചെതൽപുറ്റ് സാക്ഷാൽ ദേവകി, ആ പുളിമരം തിത്തിടി എന്ന് പറയണം. പുളിമരം വസുദേവൻ, ശേഷശൈലത്തിനെ ബലഭദ്രൻ, അതേമാതിരി ഉയർന്ന ഭൂമി മധുരയായിട്ടും സങ്കല്പിച്ചു, സ്വാമി പുഷ്കരിണിയെ യമുനയായിട്ട് സങ്കല്പിച്ചു. ഇങ്ങനെ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ യാദവന്മാരായിട്ടും ഗോപസ്ത്രീകളായിട്ടും സങ്കല്പിച്ചിട്ട് ആ വെങ്കടാചലത്തില് വെങ്കട്ടരാമനായും വെങ്കടകൃഷ്ണനായിട്ടും ആ ഭഗവാൻ ലീലകൾ കാണിക്കാൻ തയ്യാറെടുത്തിട്ട് കാലം വരുന്നതും പ്രതീക്ഷിച്ചിട്ട് ഇരുന്നു എന്ന് പറയണം. അവിടെ ഇന്നത്തെ വെങ്കടാചല മഹാത്മ്യത്തിൻ്റെ 1ാമത്തെ ദിവസത്തിന് ആ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് പഴയ കൽപ്പാത്തിയിലിരിക്കുന്ന ആ ലക്ഷ്മീനാരായണ പെരുമാളുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.